നമ്മളിനി കൊച്ചിയിലേക്ക് വരികയാണ്. ഹൈക്കോടതി പലതവണ ആവർത്തിച്ചിട്ടും ഫ്ലെക്സ് ബോർഡുകൾക്ക് കൊച്ചിയിൽ ഒരു കുറവുമില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകളും പരസ്യ ബോർഡുകളും നിരവധിയാണ്. പാലാരിവട്ടത്തേക്ക് നമുക്കൊന്ന് പോകാം. അഞ്ജന അനിൽകുമാർ, ഗുഡ് ഈവനിംഗ്. പാലാരിവട്ടത്തെ പരസ്യ ബോർഡ് എത്രയെണ്ണമുണ്ട്, എണ്ണിയോ? ഗുഡ് ഈവനിങ് സുജയ. ഞാനിപ്പോൾ ഉള്ളത് പാലാരിവട്ടത്താണ്. ഇവിടെ പാലാരിവട്ടത്ത് നിന്ന് തമ്മനത്തേക്ക് പോകുന്ന റോഡിൽ നമുക്ക് ഫ്ലെക്സ് ബോർഡുകൾ കാണാൻ സാധിക്കും. ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി പല പാർട്ടികളുടെ ഫ്ലെക്സ് ബോർഡുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ റോഡ് എന്ന് പറയുന്നത് വളരെ വീതി കുറഞ്ഞൊരു റോഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകുന്ന ഒരു റോഡാണ്. അപ്പോൾ ഈ യാത്രക്കാർക്ക് നടക്കാനും അതുകൂടാതെ ഈ വണ്ടികൾക്ക് വരാനുമുള്ള ഒരു ഗ്യാപ്പില്ല. അതിന്റെ പുറമെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ കൂടിയുള്ളത്. ആദ്യമേ വരികയാണെങ്കിൽ നമ്മുടെ തൃക്കാക്കര MLAക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡിൽ തുടങ്ങി പിന്നെ പാർട്ടി ഏരിയ സമ്മേളനത്തിന്റെ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം പല ഫ്ലെക്സ് ബോർഡുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇവിടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് പരസ്യ ഹോർഡിങ്ങുകളുടെ ബോർഡുകളാണ്. പല ഹോർഡിങ്ങുകളുടെയും കമ്പികളെല്ലാം ദ്രവിച്ച ഒരു സാഹചര്യത്തിലാണ്. എപ്പോൾ വേണമെങ്കിലും ഇതെല്ലാം താഴെ വീഴാം എന്നൊരു സാഹചര്യമാണ്. ഇതിലെ നടന്നു പോകുന്നവരുടെ ജീവനടക്കം ഭീഷണിയാകുന്ന രീതിയിലാണ് പല ഹോർഡിങ്സുകളും ഇവിടെ നിൽക്കുന്നത്. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. ഈ തിരക്കിനും ബ്ലോക്കിനും ഇടയിൽ നമുക്ക് പോലും നടന്നു പോകാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ്. അതുകൂടാതെയാണ് ഇപ്പോൾ ഏരിയ സമ്മേളനത്തിന്റെ ഫ്ലെക്സ് ബോർഡ് ആണെങ്കിലും അല്ലാതെയുള്ള മറ്റ് ഫ്ലെക്സ് ബോർഡുകളാണെങ്കിലും ഇവിടെ ഇടം പിടിച്ചിരിക്കുന്നത്. പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, പരിപാടികൾ കഴിഞ്ഞാൽ പോലും ഈ ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ നിന്ന് നീക്കുന്നില്ല. എത്ര നാൾ കഴിഞ്ഞാലും പരിപാടിക്കായി പരസ്യത്തിനായി ഉപയോഗിക്കുന്ന പരസ്യ ബോർഡുകൾ ആ പരിപാടി കഴിയുമ്പോഴെങ്കിലും അവിടെ നിന്ന് മാറ്റേണ്ടതാണ് എന്ന ഒരു ബോധ്യം അത് സ്ഥാപിക്കുന്ന ആളുകൾക്ക് വേണ്ടതാണ്. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഈ ബോർഡ് എന്തായാലും പരിപാടി നടക്കാൻ പോകുന്നതേയുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്ന സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ പരിപാടി എന്നാണ്. ആ ബോർഡിന്റെ നമ്മൾ വിശദാംശങ്ങളിലേക്ക് വന്നാൽ പ്രതിഷേധ മാർച്ചും ധർണയും നോക്കൂ. ഒക്ടോബർ 24 വ്യാഴാഴ്ച കഴിഞ്ഞിട്ടതേ ഒരു മാസവും ഒന്നൊന്നര മാസമാവുകയാണ്. എന്നിട്ടും ഇത് എടുത്തു മാറ്റാത്തത് എന്താണ്? ഉദ്ഘാടനം ചെയ്തയാൾ ഈ ഒരു മാസം കഴിഞ്ഞിട്ടും ഈ പരിപാടി നടത്തിയ ഫ്ലെക്സ് ബോർഡ് മാറ്റാത്തത്, കൊച്ചി നഗരത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ അത് മാറ്റാനൊന്ന് നിർദ്ദേശിക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നവർ ആ പരിപാടി കഴിഞ്ഞാലെങ്കിലും അത് എടുത്തു മാറ്റിയാൽ കാഴ്ച മറയ്ക്കുന്ന പരസ്യ ബോർഡുകൾക്ക് ഒരു അറുതി ഉണ്ടാക്കാൻ കഴിയും. അതാണ് അഞ്ജന പാലാരിവട്ടത്ത് നിന്ന് കാട്ടിത്തന്നത്.